വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, അടിയങ്ങൾക്ക് ഒരുമിച്ച് വീണ്ടും തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാനും അങ്ങയുടെ തിരുവചനങ്ങളെ ധ്യാനിപ്പാനും അങ്ങ് നൽകിയിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മ നിറവിൽ രചിക്കപ്പെട്ട ഈ വചനം ആത്മനിറവിൽ ഘോഷിപ്പാനും ആ വചനത്തിൻ്റെ മർമ്മങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കുവാനും ഈ കേൾക്കുന്ന വചനം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീന നടീനെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നൽകിയിരിക്കുന്ന കൃപയിൽ നിന്ന് വചനം ഘോഷിപ്പാൻ സഹായിക്കണമേ. ഈ തിരുവചനങ്ങൾ കേൾക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനം അവർക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണമെന്ന് യേശുവിനകത്ത് അപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി എബ്രായ ലേഖനം 11-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. വിശ്വാസത്താൽ നോഹ അതുവരെയും കാണാത്തവയെക്കുറിച്ച് മുന്നറിയിപ്പ് ലഭിച്ചിട്ട് ഭയഭക്തിയോടെ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം പണിതു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, എബ്രായ ലേഖനത്തിൻ്റെ 11-ാം അധ്യായം വിശ്വാസത്തിൻ്റെ മഹത്തായ മാതൃകകളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്ന തിരുവചനങ്ങളാണ്. വിശ്വാസം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന അധ്യായത്തിൽ 1-ാം വാക്യം നാം വായിക്കുകയാണ്. വിശ്വാസം എന്നതോ പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. അപ്പോൾ വിശ്വാസത്തിന് ഒരു നിർവചനം നൽകിക്കൊണ്ട് വിശ്വാസത്തിലൂടെ ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യം നേടി അനേകരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ആണ് 11-ാമത്തെ അധ്യായം. അവിടെ നാം മനസ്സിലാക്കേണ്ടത് വിശ്വാസം എന്നുള്ളത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പും ആണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കണ്ടൊരു കാര്യം നമുക്ക് വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടില്ല. എന്നാൽ കാണാത്ത ഒരു കാര്യം, നിശ്ചയമായും നടക്കും എന്ന് പറയുന്നൊരു കാര്യം വിശ്വസിക്കുവാൻ സാധാരണ ബുദ്ധിമുട്ടാണ്. എന്ന് പറയുമ്പോൾ മനുഷ്യൻ അവൻ്റെ യുക്തിയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് പലപ്പോഴും നാം അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് യുക്തിപരമായി ശരിയാണോ എന്ന് ചിന്തിക്കുവാനുള്ള സാധ്യതകൾ ഏറെയുണ്ട്. എന്നാൽ ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വ്യക്തികളൊക്കെയും അവർക്കും യുക്തിയും ബുദ്ധിയും ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തികളായിരുന്നെങ്കിൽ പോലും ദൈവം പറഞ്ഞത് പൂർണ്ണമായും വിശ്വസിച്ച് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരാണ് എന്ന് നാം മനസ്സിലാക്കുകയാണ്. അബ്രഹാം പിതാവിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുവാൻ കാരണമായതിനെക്കുറിച്ചൊക്കെയും നാം പഠിക്കുന്നുണ്ട്. ഇവിടെ നാം വായിച്ച തിരുവചനത്തിൽ അപ്രകാരമുള്ള ഒരു വ്യക്തി നോഹയുടെ വിശ്വാസം അല്ലെങ്കിൽ മറ്റ് സാധാരണ ഒരു വ്യക്തിയിൽ നിന്നും വ്യത്യസ്തമായിരുന്നത് എന്തുകൊണ്ടാണ്? നാം അവിടെ വായിക്കുകയാണ്, വിശ്വാസത്തിൽ നോഹ അതുവരെയും കാണാത്തവയെക്കുറിച്ച് മുന്നറിയിപ്പ് ലഭിച്ചിട്ട്. എന്താണ് നോഹ അതുവരെയും കാണാതിരുന്നത്? നമുക്കറിയാം, നോഹയുടെ കാലത്ത് നടന്ന പ്രളയം 40 ദിവസങ്ങളും 40 രാവും മഴ പെയ്ത് ഭൂമിയിൽ ജലപ്രളയമുണ്ടായി. നോഹയും കുടുംബവും ദൈവം പറഞ്ഞതനുസരിച്ച് ഉണ്ടാക്കിയ പെട്ടകത്തിൽ അവരോടൊപ്പം ഈ 2 ജോഡി പക്ഷി മൃഗാദികൾ മാത്രം രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം കഴിയും. പക്ഷേ എന്താണ് നോഹ അതുവരെയും കാണാത്തവയെക്കുറിച്ച് മുന്നറിയിപ്പ് ലഭിച്ചിട്ട് പ്രവർത്തിച്ചു എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് നോഹയുടെ വിശ്വാസത്തിൻ്റെ അഗാധത അല്ലെങ്കിൽ നോഹ എത്രത്തോളം ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം കഴിയുന്നത്. നാം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. അന്ന് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുകയും അവിടെ അന്നുവരെയും മഴ പെയ്തിരുന്നില്ല എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, പക്ഷേ ഭൂമിയിൽ മഴ പെയ്തിരുന്നില്ല എന്ന് 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുകയാണ്,
വയലിലെ ചെടിയൊന്നും അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല, വയലിലെ സസ്യം ഒന്നും മുളച്ചിരുന്നതുമില്ല. എന്തെന്നാൽ യഹോവയായ ദൈവം ഭൂമിയിൽ മഴ അയച്ചിരുന്നില്ല, നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉൽപ്പത്തിയിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ മഴ പെയ്തിരുന്നില്ല എന്ന് നമ്മുടെ വായിക്കുന്നു. 6-ാം വാക്യത്തിൽ നാം വായിക്കുകയാണ്, എന്നാൽ ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി ഭൂതലത്തെ മുഴുവൻ നനച്ചു വന്നു. അപ്പോൾ മഞ്ഞു പൊങ്ങി ഭൂമിയെ നനച്ചു വന്നിരുന്ന ഒരു കാലയളവ്. അപ്പോൾ മഴയെന്ന് പറയുമ്പോൾ ഇപ്രകാരമുള്ള ഒരു പ്രളയം ഉണ്ടാകുന്നൊരു സാഹചര്യമല്ല അവിടെ. മഞ്ഞു പൊങ്ങി ഭൂമിയെ നനയ്ക്കുക എന്ന് പറയുമ്പോൾ അത് മിതമായി നടക്കുന്ന ചാറ്റമഴ പോലെ അല്ലെങ്കിൽ ചെറിയ മഴ പോലെ ഉള്ളൊരു സാഹചര്യം ആയിരുന്നേക്കാം അന്നുണ്ടായിരുന്നത്. എന്നാൽ ദൈവം നോഹയോട് ഈ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ, അതായത് ഒരു വലിയ പ്രളയം അയക്കുവാൻ പോകുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ നോവ അത് പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അതോടൊപ്പം നാം ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം, നോഹ ഈ വിവരം കേൾക്കുമ്പോൾ അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവനത് പ്രവർത്തിക്കുന്നു എന്ന് നാം അത് വായിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് നമ്മുടെ പ്രത്യേകമായി എടുത്തു പറയുന്നത്? എബ്രായ ലേഖനം 11-ാം അധ്യായം 7-ാമത്തെ വാക്യം, വിശ്വാസത്താൽ നോഹ അതുവരെയും കാണാത്തവയെക്കുറിച്ച് മുന്നറിയിപ്പ് ലഭിച്ചിട്ട് ഭയഭക്തിയോടെ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം പണിതു. അപ്പോൾ നോഹ മാത്രം രക്ഷപ്പെടുവാനല്ല, അല്ലെങ്കിൽ നോഹയുടെ ഭാര്യയും രക്ഷപ്പെടുവാനല്ല ഒരു പെട്ടകം പണിതുന്നത്, പിന്നെയോ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി എന്ന് പറയുമ്പോൾ നോഹയ്ക്ക് 3 ആണുങ്ങളും അവരുടെ ഭാര്യമാരും, അങ്ങനെ മൊത്തം ആ കുടുംബത്തിൽ 8 പേരാണുള്ളത്. ആ 8 പേരുടെയും രക്ഷയ്ക്ക് വേണ്ടി നോഹ ഭയഭക്തിയോടെ പ്രവർത്തിക്കുന്നു എന്നാണ് ഇവിടെ തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇതൊരു വലിയ സന്ദേശം നമുക്ക് നൽകുകയാണ്. ഒരുപക്ഷെ ഞാനും എൻ്റെ ഭാര്യയും അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തെ അറിയുന്നവരാകാം. നമ്മുടെ മക്കൾ അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവർ, ഭാര്യയാകാം ഭർത്താവാകാം, അവർ എത്രത്തോളം ദൈവത്തെ അറിഞ്ഞ് ഭയഭക്തിയോടുകൂടി ഇന്ന് ജീവിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം എത്തുമ്പോൾ ദൈവം നമുക്ക് നൽകിയ, ദാനമായി നൽകിയ മക്കളെക്കുറിച്ച് നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. അവരെ ദൈവകൃപയിലാണോ നാം വളർത്തുന്നത്? ദൈവത്തിലുള്ള ഭയഭക്തിയിൽ അവരെ വളർത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. എന്തെന്നാൽ ഞാനും എൻ്റെ ഭാര്യയെ മാത്രമല്ല, കുടുംബമായി ദൈവം വിഭാവനം ചെയ്ത കുടുംബം ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തണം. അതാണ് നോവയുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്ന് പറയുമ്പോൾ ചെറുപ്പകാലം മുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, അവരെ ഉദരത്തിൽ വഹിക്കുമ്പോൾ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു ചുമതല മാതാപിതാക്കൾക്കുണ്ട്. അവർ ജനിച്ചു കഴിയുമ്പോൾ അപ്രകാരമുള്ളൊരു സാഹചര്യത്തിൽ അവരെ വളർത്തുവാനുള്ള ചുമതല മാതാപിതാക്കന്മാർക്കുണ്ട്. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാൻ, താക്കീതുകൾ നൽകുവാൻ, ദൈവഭയത്തിൽ അവരെ വളർത്തുവാൻ ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ ഒരുക്കുവാൻ മാതാപിതാക്കൾക്ക് വലിയ ചുമതലയുണ്ട്. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ ആത്മീയമായി കുഞ്ഞുങ്ങൾ വളരണമെന്നുള്ള ആഗ്രഹത്തേക്കാൾ ഉപരിയായി ലൗകികമായി അവർക്ക് ആവശ്യമാകുന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ അപ്രകാരമുള്ള ഉന്നതിയിലേക്ക് വരുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്ന മാതാപിതാക്കന്മാരെയാണ് നമുക്ക് കൂടുതൽ കാണുവാൻ കഴിയുന്നത്. നല്ല വിദ്യാഭ്യാസം നല്ലത് തന്നെ, അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കണം, അവരുടെ ബുദ്ധിയെ വികസിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ മറ്റുള്ള ആക്ടിവിറ്റീസിൽ അവരെ ഇൻവോൾവ് ചെയ്യണം, ഇതെല്ലാം നല്ലത് തന്നെ. പക്ഷേ പരമപ്രധാനമായും ഈ ലോകത്തിലുള്ള നമ്മുടെ ജീവിതത്തിന് ശേഷം നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകേണ്ടവരാണ്. അവിടെ എത്തുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ മക്കൾ, അവരുടെ പ്രിയപ്പെട്ടവർ നമ്മോടൊപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തണമെന്നുള്ളൊരാഗ്രഹം, അത് പരമപ്രധാനമായൊരു ലക്ഷ്യമായി മുമ്പോട്ട് പോകുന്നൊരു വ്യക്തിക്ക് മാത്രമേ മറ്റേതിനേക്കാൾ ഉപരിയായി അപ്രകാരമുള്ള കാര്യങ്ങളിൽ 1-ാം സ്ഥാനം കൊടുക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. ഇന്ന് കുഞ്ഞുങ്ങൾ പഠിക്കുമ്പോൾ തന്നെ അവരെ ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ട കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നു. മറ്റ് രാജ്യങ്ങളിൽ പോയി നല്ല ജോലിക്ക് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു. അതിനാവശ്യമാകുന്ന ഭവനം പണയം വെച്ചും കടമെടുത്ത് അയക്കുന്ന മാതാപിതാക്കന്മാരെയാണ് നമുക്ക് ചുറ്റുപാടും കാണുവാൻ കഴിയുന്നത്. എന്നാൽ അവർ കടന്നു പോകുന്ന സാഹചര്യം എന്താണ്? അവിടെ അവർ പോയാൽ അവർ എന്തായിത്തീരും? അവരുടെ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അവർക്ക് വളരുവാൻ കഴിയുമോ?
അതോ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ അത് മുഖാന്തരമായി തീരുമോ എന്ന് അനേക മാതാപിതാക്കന്മാർ ചിന്തിക്കാറില്ല. അതിൻ്റെ പരിണിത ഫലം നമുക്കറിയാം. നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ പഠിക്കുവാൻ പോകുമ്പോൾ അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെയും ഒരുപക്ഷെ അത് അറിയുവാൻ തക്കവണ്ണം നാം കാലതാമസം വന്നേക്കാം. ഞാൻ ജീവിക്കുന്ന അമേരിക്കയിൽ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുന്ന കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ അടുത്ത സമീപ രാജ്യത്തായിരിക്കുന്ന കാനഡയിൽ വരുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കിയ ബോധ്യമായ പശ്ചാത്തലത്തിലാണ് ഞാനിത് പറയുന്നത്. അനേക മാതാപിതാക്കന്മാർ നാട്ടിൽ നിന്നും കുഞ്ഞുങ്ങൾ എങ്ങനെയെങ്കിലും കാനഡയിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകണം, അതിനാവശ്യമായ കാര്യങ്ങളൊക്കെയും അവർ ചെയ്യും. പണം കടമെടുത്ത് വീട് പോലും പണയം വെച്ച് അവരെ അയക്കും. പക്ഷെ അവർ അവിടെ പ്രകാരമുള്ള രാജ്യങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താണ്, അവരുടെ ജീവിതം എന്താണ്, അവർ ആത്മീയമായി എത്രത്തോളം വളരുന്നുണ്ട് അല്ലെങ്കിൽ തളരുന്നുണ്ട് എന്ന് ചിന്തിക്കുവാൻ മാതാപിതാക്കന്മാർക്ക് കഴിയാറില്ല. അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുന്ന ഒരു വലിയ വീഴ്ചയാണ്. ഇവിടെയാണ് നോഹയുടെ ജീവിതം നമുക്ക് വലിയ മാതൃകയായി തീരേണ്ടത്. എന്താണ് അതിന് കാരണം? നോഹ ജീവിച്ചിരുന്ന കാലയളവ് ഇന്ന് നാം ജീവിച്ചിരുന്ന കാലയളവിൽ നിന്നും വളരെ മോശമായ ഒരു സാഹചര്യത്തിലാണ് എന്ന് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അതിൻ്റെ 5-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ എല്ലാ ഹൃദയവിചാരങ്ങളും എല്ലായ്പ്പോഴും ദോഷത്തിലേക്ക് ആകുന്നുവെന്നും യഹോവ കണ്ടു. ഇന്ന് നാം ഒരുപക്ഷെ പറയാം, കുഞ്ഞുങ്ങൾ കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ അവർക്ക് ജീവിക്കുവാനുള്ള സാഹചര്യമില്ല, ജോലി ലഭിക്കുവാനുള്ള സാഹചര്യമില്ല, അല്ലെങ്കിൽ കൂട്ടുകെട്ടുകൾ മോശമാണ് എന്നൊക്കെ നാം പറഞ്ഞാകാം ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിലേക്ക് നാം കുഞ്ഞുങ്ങളെ അയക്കുന്നത്. പക്ഷേ എവിടെയായിരുന്നാലും എവിടെ പോയിരുന്നാലും ആ കുഞ്ഞുങ്ങളുടെ മേൽ ഒരു വലിയ ഉത്തരവാദിത്വം മാതാപിതാക്കന്മാർക്ക് ഉണ്ട്. നോവയെ സംബന്ധിച്ചിടത്തോളം നോവ ജീവിച്ചിരുന്ന കാലയളവ് അല്ലെങ്കിൽ ആ സാഹചര്യം നമ്മുടെ ആണ്. ഭൂമിയിൽ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നു. അവൻ്റെ ഹൃദയ വിചാരങ്ങളൊക്കെയും എപ്പോഴും ദോഷത്തിലേക്ക് ആകുന്നുവെന്നും ദൈവം കണ്ടു. 11-ാം വാക്യത്തിൽ നാം വീണ്ടും വായിക്കുകയാണ്: ഭൂമി ദൈവത്തിൻ്റെ മുമ്പാകെ ദുഷ്ടതയാലും അതിക്രമത്താലും നിറഞ്ഞിരിക്കുന്നു. ദൈവം ഭൂമിയെ നോക്കി, അത് വഷളായി എന്ന് കണ്ടു. ഭൂമിയിലെ സകല മനുഷ്യരും തങ്ങളുടെ വഴി വഷളാക്കിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നോവ തൻ്റെ 3 പുത്രന്മാരെയും അവർ വിവാഹം ചെയ്യുന്ന 3 പുത്രിമാരെയും ദൈവഭയത്തിൽ വളർത്തിയത് എന്ന് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. എന്ന് പറയുമ്പോൾ നോവയോട് ദൈവം കൽപ്പിക്കുന്നു. 6-ാം അധ്യായം 14-ാമത്തെ തിരുവചനം മുതൽ എന്ത് ചെയ്യണമെന്ന് നോവയോട് വ്യക്തമായിട്ട് ദൈവം അരുളി ചെയ്യുകയാണ്. നീ ഗോഫർ മരം കൊണ്ടൊരു പെട്ടകം നിർമ്മിക്കണം. പെട്ടകത്തിന് അറകൾ നിർമ്മിച്ച് അതിൻ്റെ അകത്തും പുറത്തും കീൽ തേൽക്കണം. അത് ഇപ്രകാരം ഉണ്ടാക്കണം: പെട്ടകത്തിൻ്റെ നീളം 300 മുഴവും വീതി 50 മുഴവും ഉയരം 30 മുഴവുമായിരിക്കണം. പെട്ടകത്തിന് കിളിവാതിലുണ്ടാക്കണം. മുകളിൽ നിന്ന് 1 മുഴം താഴെ അത് വയ്ക്കണം. പെട്ടകത്തിൻ്റെ വശത്ത് ഒരു വാതിൽ വയ്ക്കണം. ഒരു കീഴ്ത്തട്ടും ഇടത്തട്ടും മേൽത്തട്ടും ഉണ്ടായിരിക്കണം. ഇതാ, ആകാശത്തിന് കീഴിൽ ജീവശ്വാസമുള്ള സകലത്തിനെ നശിപ്പിക്കേണ്ടതിന് ഞാൻ ഭൂമിയിൽ ഒരു ജലപ്രളയം വരുത്തുവാൻ പോകുന്നു. ഭൂമിയിലെ സകല ജീവജാലങ്ങളും നശിച്ചു പോകും. എന്നാൽ നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. നീയും നിന്നോടുകൂടെ നിൻ്റെ ഭാര്യയും നിൻ്റെ പുത്രന്മാരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ പ്രവേശിക്കണം. നിന്നോടൊപ്പം ജീവനോട് ഇരിക്കേണ്ടതിന് സകല ജീവികളിൽ നിന്നും ഈ 2 ആണും പെണ്ണുമായി നീ പെട്ടകത്തിനുള്ളിൽ പ്രവേശിപ്പിക്കണം. എല്ലാത്തരം പക്ഷികളിൽ നിന്നും എല്ലാത്തരം മൃഗങ്ങളിൽ നിന്നും ഭൂമിയിലെ എല്ലാത്തരം ഇഴജന്തുക്കളിൽ നിന്നും ഈ 2 ജീവനോടെ സൂക്ഷിക്കേണ്ടത് നിൻ്റെ അടുക്കൽ വരും. നിനക്കും അവയ്ക്കും ആവശ്യമായ സകല ഭക്ഷണ സാധനങ്ങളും നീ ശേഖരിച്ചു വെക്കണം. അത് നിനക്കും അവയ്ക്കും ആഹാരമായി തീരും. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. അങ്ങനെ തന്നെ അവൻ ചെയ്തു. ദൈവം എന്തു പറഞ്ഞോ അതിന് ഒരു മാറ്റവുമില്ലാതെ നോഹ ചെയ്യുന്നതായിട്ട് നാം കാണുകയാണ്. ഭൂമിയിൽ ഒരു ജലപ്രളയം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ജലപ്രളയം കണ്ടിട്ടില്ല, അതെങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ദൈവം പറഞ്ഞത് നോവ പൂർണ്ണമായും വിശ്വസിച്ചു. ദൈവം എങ്ങനെ ആ പെട്ടകം പണിയണമെന്ന് വ്യക്തമായ ഒരു രൂപരേഖ നോവയ്ക്ക് നൽകുമ്പോൾ അപ്രകാരം തന്നെ നോവ അത് ചെയ്യുന്നതായിട്ട് നാം കാണുകയാണ്. എന്ന് പറയുമ്പോൾ ഇത്രയും ഭീമാകാരമായ ഇന്നത്തെ കപ്പലിനോട് സദൃശ്യമായ ഒരു പെട്ടകമാണ് നോവയോട് പണിയുവാൻ പറയുന്നത്. കാരണം ഇത്രയധികം ജന്തുക്കൾ, ഇഴജന്തുക്കൾ, പക്ഷി, മൃഗാദികളൊക്കെയും ഇതിൽ പ്രവേശിക്കണമെങ്കിൽ അതിനാവശ്യമാകുന്ന വലിപ്പം അവിടെ ഉണ്ടാകണം. എന്ന് പറയുമ്പോൾ നാം ചിന്തിക്കുക, അത്ര വലിയ
ഭാരമേറിയ തടികൾ കൊണ്ട് വേണം ഈ പെട്ടകം പണിയുവാൻ. അത് നിസ്സാരമായ കാര്യമല്ല. മാത്രമല്ല, ഇത് പണിയുവാൻ ഏതാണ്ട് 120 വർഷക്കാലം എടുത്തു എന്ന് വ്യക്തമായി തിരുവചനം രേഖപ്പെടുത്തുന്നില്ല എങ്കിൽ പോലും വേദപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് അവകാശപ്പെടുന്നുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ മനുഷ്യൻ്റെ ആയുസ് 120 വർഷമായിരിക്കുമെന്ന് ദൈവം പറയുമ്പോൾ, ഈ ദുഷ്ടത കണ്ട മനുഷ്യൻ പിന്നീട് ഇനി 120 വർഷത്തിൽ കൂടുതൽ ജീവിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, അന്ന് ജനിച്ച ഒരു കുഞ്ഞ് 120 വർഷം കഴിയുമ്പോഴേക്കും പ്രളയം മൂലം അവൻ മരണപ്പെടും. അപ്പോൾ നോവയോട് ഈ സന്ദേശം അല്ലെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻ ദൈവം നൽകിയതിന് ശേഷം ഏതാണ്ട് 120 വർഷം കഴിഞ്ഞിട്ടാണ് ദൈവം വലിയ പ്രളയം അയച്ചതെന്ന് വേദപണ്ഡിതന്മാർ അവകാശപ്പെടുന്നുണ്ട്. ഏതായാലും 120 അല്ലെങ്കിൽ അതിൽ ഒരുപക്ഷെ അല്പം കുറവാണെങ്കിൽ പോലും പെട്ടെന്ന് 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ തീർക്കാവുന്ന ഒരു ദൗത്യമല്ല നോവയെ ദൈവം ഏൽപ്പിക്കുന്നത്. അപ്പോൾ നോവയുടെ ആയുഷ്കാലത്തിൻ്റെ ഒരു നല്ല പങ്ക്, 900 വർഷം നോവ ജീവിച്ചിരുന്നെങ്കിൽ പോലും നല്ലൊരു പങ്ക് ഈ പെട്ടകം പണിയുവാൻ തക്കവണ്ണം നോവ പരിശ്രമിക്കുകയാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്രയും ഭീമാകാരമായ ഒരു പെട്ടകം പണിയുവാൻ അത് ശ്രമകരമാകുന്നൊരു കാര്യമാണ്. തനിക്ക് തന്നെ ചെയ്യുവാൻ സാധ്യമല്ല. അപ്പോൾ തീർച്ചയായും തന്നെ സഹായിക്കുവാൻ വ്യക്തികളൊക്കെയും ഉണ്ടാകണം. മാത്രമല്ല, ഈ പെട്ടകം പണിയുന്നത് വെള്ളത്തിനരികെയൊന്നുമല്ല, ഒരു പുഴയോ അല്ലെങ്കിൽ ഒരു കടലിൻ്റെയോ തീരത്തല്ല. അത് പണിത് സ്ഥാപിക്കുന്നത് ഒരു വരണ്ട നിലത്ത് ആണ് ഇത് ചെയ്യുന്നത്. അവിടെ അപ്രകാരം ദൈവം പറയുമ്പോൾ ഇത് വെള്ളം വന്ന് വരണമെങ്കിൽ അവിടെയൊക്കെയും വെള്ളപ്പൊക്കം ഉണ്ടാകണം. അത് നോവ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ നോവയുടെ വിശ്വാസം അതായിരുന്നു. അതോടൊപ്പം തന്നെ ചുറ്റുപാടുകളിലും ഉണ്ടായിരുന്ന വ്യക്തികൾ ദുഷ്ടതയിൽ ജീവിച്ചിരുന്നവരാണ്. അവർ തീർച്ചയായും ഈ പണികൾ ആരംഭിക്കുമ്പോൾ മുതൽ ഇത് അവസാനിക്കുന്നതുവരെയും നോവയും തൻ്റെ കുടുംബത്തെയും അവർ പരിഹസിച്ചിട്ടുണ്ടാകും, വിമർശിച്ചിട്ടുണ്ടാകും. ഈ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? മഴ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കേട്ടിട്ടില്ല. നദിയില്ല, നദിയുടെ അടുത്തല്ല അല്ലെങ്കിൽ കടലിനടുത്തല്ല ഇപ്രകാരം ഒരു കാര്യം ചെയ്യുന്നത്. പക്ഷേ അവരുടെ ശബ്ദം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ തണുപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ശബ്ദം ചുറ്റുപാടും കേൾക്കുമ്പോൾ പോലും ദൈവത്തിലുള്ള ദൈവശബ്ദത്തെ വിശ്വസിച്ചുകൊണ്ട് നോവ ആ പെട്ടകം പണിയുന്നതായിട്ട് തിരുവചനം രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് നാം അവിടെ എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത്, നോവ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി അവൻ അപ്രകാരം ചെയ്തു എന്ന് നാം വായിക്കുന്നത്. വിശ്വാസത്താൽ നോവ അതുവരെയും കാണാത്തവയെക്കുറിച്ച് മുന്നറിയിപ്പ് ലഭിച്ചിട്ട് ഭയഭക്തിയോടെ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം പണിതു. ഭയഭക്തിയോടെ. അപ്പോൾ ഭയഭക്തിയോടുകൂടി നാം ജീവിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ഉയരുന്ന ശബ്ദം, നമ്മെ പരിഹസിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തെ പിൻപറ്റുന്ന, ദൈവകൃപയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയും കേൾക്കുന്ന ശബ്ദമാണ് ഈ നോവ കേൾക്കുന്ന ശബ്ദം. ചുറ്റുപാടുകളിൽ നിന്നും പരിഹസിക്കുന്ന, പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് പരിഹാസം, ഉപവസിക്കുന്നത് അത് പരിഹാസം, ഇതൊക്കെയും ബുദ്ധിഹീനരായിട്ടുള്ള ആളുകൾ ചെയ്യുന്നതാണ്. ദൈവത്തെ അന്വേഷിക്കുന്നത് ഇന്നത്തെ ഈ ആധുനിക ലോകത്ത് അതൊരു മോശമായി കാണുന്ന ഒരു ചുറ്റുപാടുകളിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും കേൾക്കുന്ന ശബ്ദമായിരുന്നു നോവയുടെ ജീവിതത്തിൽ അദ്ദേഹവും കേട്ടത്. അത് ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ഈ പെട്ടകം പണിയുവാൻ തുടങ്ങുമ്പോൾ മുതൽ പെട്ടകം പണിത് പൂർത്തീകരിക്കുന്നവരെയും ഈ ശബ്ദം നോവ തീർച്ചയായിട്ടും കേൾക്കുന്നുണ്ട്. അപ്പോൾ തനിക്ക് ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളുടെ വിശ്വാസം പോലും ചോരുവാൻ തക്കണമുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ശബ്ദങ്ങൾ ചുറ്റുപാടുകളിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരെ വിശ്വാസത്തോടെ ചേർത്ത് ആ നോവയും തൻ്റെ പത്നിയും അവരെ ചേർത്ത് നിർത്തിയിരുന്നു. അതുകൊണ്ടാണ് അവർക്കും ഈ രക്ഷയുടെ സന്തോഷത്തിലേക്ക് വരുവാൻ തക്കോണം കഴിയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 37-38 തിരുവചനത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുകയാണ്, നോവയുടെ കാലം പോലെ തന്നെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ വരവ്. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ ഭക്ഷിച്ചും കുടിച്ചും വിവാഹം ചെയ്തും വിവാഹം ചെയ്യിച്ചും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുന്നതുവരെ അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലയളവിലേക്ക് നാം പോകുമ്പോൾ മനുഷ്യപുത്രൻ്റെ 2ാം വരവ് എന്നുള്ളത് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. വിശ്വാസ പ്രമാണത്തിൽ നാം ഏറ്റുപറയുന്ന കാര്യമാണ്. എങ്കിൽ പോലും എത്ര പേർക്ക് അതിനെക്കുറിച്ച് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ട്? യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ, സ്വർഗാരോഹണം ചെയ്തതുപോലെ തന്നെ അവൻ 2ാമതും വരുമെന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ
എത്രത്തോളം നമുക്കത് വിശ്വസിക്കുവാൻ കഴിയും? അതിനുവേണ്ടി നമുക്ക് എത്രത്തോളം ഒരുങ്ങുവാൻ കഴിയും? അപ്പോൾ ഇവിടെ പറയുകയാണ്, നോഹയുടെ പെട്ടകത്തിൽ അവർ കയറുന്നത് പോലെ തന്നെ അവർ ഭക്ഷിച്ചും കുടിച്ചും വിവാഹം ചെയ്തും ജീവിച്ചിരുന്നത് പോലെ തന്നെ ആയിരിക്കുന്നു മനുഷ്യപുത്രൻ്റെ രണ്ടാം വരവിലുമുള്ള സാഹചര്യം. ഇന്ന് നാം ചുറ്റുപാട് നോക്കുമ്പോൾ ജീവിതം സുഖിക്കണം, അതിനെന്തും ചെയ്യണമെന്നുള്ള ഒരു തലത്തിലേക്ക് മനുഷ്യൻ താണുപോയിരിക്കുകയാണ്. അതിനുവേണ്ടി എന്തും ചെയ്യുക, നാം അതിനുവേണ്ടി പണം സമ്പാദിക്കുക, ജീവിതം സുഖിച്ച് ദൈവത്തെ അറിഞ്ഞോ ദൈവത്തെ ഭയപ്പെട്ടോ ജീവിക്കുന്നതിന് പകരം ദൈവവിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ജലപ്രളയത്തിനു മുമ്പ് നോഹയുടെ കാലം പോലെ തന്നെയായിരിക്കും മനുഷ്യപുത്രൻ്റെ വരവ്. നോഹയുടെ കാലം എന്ന് പറയുമ്പോൾ ദുഷ്ടത നിറഞ്ഞിരുന്ന കാലം, ദൈവഭയം നഷ്ടപ്പെട്ടിരുന്നൊരു കാലം. ആ ഒരു കാലയളവിലേക്ക് നാം കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാലം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നാം അതിനുവേണ്ടി സജ്ജരാകുക. കുടുംബമായി നമുക്ക് ദാനമായി തന്ന കുഞ്ഞുങ്ങളും ആ രക്ഷ നമ്മോടൊപ്പം രക്ഷ നാം അവകാശമാക്കുവാൻ തക്കവണ്ണം അവർക്ക് കൂടി കഴിയുമ്പോൾ മാത്രമേ ആ രക്ഷാപദ്ധതിയിൽ നാം അതിൻ്റെ പൂർത്തീകരണത്തിലെത്തുകയുള്ളൂ. മറിച്ച് അത് സാധ്യമാകുന്നില്ല എങ്കിൽ പലപ്പോഴും നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ 1-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 20-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നു, അവരാകട്ടെ നോഹയുടെ കാലത്ത് പെട്ടകം പണിതപ്പോൾ ദീർഘക്ഷമയോടെ കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. ആ പെട്ടകത്തിലുണ്ടായിരുന്ന ചുരുക്കം ചിലർ, അതായത് 8 പേർ മാത്രമേ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചുള്ളൂ. അവരാകട്ടെ ആര്? നോഹയുടെ കാലത്ത് ജീവിച്ചിരുന്ന ജനം. അവർ നഷ്ടപ്പെട്ടു പോകരുത്, അവർ എങ്ങനെയെങ്കിലും ദൈവത്തിലേക്ക് മടങ്ങി വരണം എന്നുള്ള ആഗ്രഹം ദൈവത്തിനുണ്ടായിരുന്നു. അതാണ് നമ്മുടെ വായിക്കുന്നത്. അവരാകട്ടെ നോഹയുടെ കാലത്ത് പെട്ടകം പണിതപ്പോൾ ദീർഘക്ഷമയോടെ കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. അപ്പോൾ ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാണ്. നോഹയുടെ കാലത്ത് ആ വെള്ളപ്പൊക്കം അയക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വെള്ളം അയക്കുന്നതിന് മുമ്പ് ദൈവം ക്ഷമയോടെ കാത്തിരിക്കുകയാണ് മനുഷ്യൻ്റെ തിരിച്ചുവരവിന് വേണ്ടി, ദൈവത്തെ അവർ അന്വേഷിക്കുന്നതിന് വേണ്ടി. ഇന്ന് നാം ഈ കാലയളവിൽ നാം നോക്കുമ്പോൾ ദൈവം ക്ഷമയോടെ കാത്തിരിക്കുകയാണ് മനുഷ്യൻ്റെ മനംതിരിവിന് വേണ്ടി, ദൈവത്തിലേക്ക് അവൻ മടങ്ങി വരുവാൻ തക്കവണ്ണം. അവൻ്റെ ജീവിതത്തിൽ പല പല അവസരങ്ങൾ ദൈവം അവന് നൽകുമ്പോൾ എത്രത്തോളം ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയുന്നുണ്ട്. ചില താക്കീതുകൾ ദൈവം പലപ്പോഴും നമ്മുടെയൊക്കെയും ജീവിതത്തിൽ നൽകും. എന്താണ്? നമ്മളെ ശിക്ഷിക്കുകയല്ല, പക്ഷേ ശിക്ഷണത്തിലൂടെ പലപ്പോഴും ദൈവത്തെ അറിയുവാനുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകുമ്പോൾ എത്രത്തോളം ദൈവം ക്ഷമയോടുകൂടിയാണ് നമ്മുടെ തിരിച്ചുവരവിന് വേണ്ടി, മനംതിരിവിന് വേണ്ടി ദൈവത്തെ അന്വേഷിക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിച്ച് ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നത് എന്ന് നാം ചിന്തിക്കുക. വേദപണ്ഡിതന്മാർ പറയുന്ന പോലെ 120 വർഷം പെട്ടകം പണിയുവാൻ നോഹ എടുത്തിരുന്നുവെങ്കിൽ അത്രയും കാലയളവ് ദൈവം ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവർ മടങ്ങി വരുമെന്നുള്ള വിശ്വാസത്തോടുകൂടി, ആ ഒരു വലിയ പ്രതീക്ഷയോടുകൂടി, അവരെ നശിപ്പിക്കുവാൻ ആഗ്രഹം ഇല്ലാതെ ദൈവം അവർക്ക് വേണ്ടി കാത്തിരുന്നതുപോലെ ഇന്നും ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്താണ്? നാമും നമ്മുടെ കുഞ്ഞുങ്ങളും ദൈവത്തിലേക്ക് മടങ്ങി വരും എന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടി ദൈവം കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ദൈവത്തെ ഭയഭക്തിയോടുകൂടി ദൈവത്തെ അന്വേഷിക്കുവാൻ നോവയെ പോലെ നമുക്ക് കഴിയുമ്പോൾ മാത്രമേ സാധ്യമാകുകയുള്ളൂ. നോവയുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ദൈവം പറഞ്ഞതിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് അവൻ മുമ്പോട്ട് പോവുകയാണ്. നോവയുടെ ജീവിതം വലിയ പാഠങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്, നോഹ നേരിട്ട പ്രതിസന്ധികൾ എന്തൊക്കെയുമായിരുന്നു. ഒന്നാമത്, അവൻ അറിഞ്ഞിട്ടില്ലാത്ത, കാണാത്ത ഒരു കാര്യത്തിൽ അവൻ വിശ്വസിച്ചു, അതിന് അവൻ കമ്മിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ യേശുവിൻ്റെ രണ്ടാം വരവ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ അത് നാം പൂർണ്ണമായി അത് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. അതാണ് വിശ്വാസം. അതിനായി വിശ്വാസത്തോടുകൂടി കാത്തിരിക്കുവാൻ എന്നൊക്കെ നമുക്ക് കഴിയണം. രണ്ടാമത്, നോവ ഈ വർഷങ്ങളത്രയും ആ പെട്ടകം പണിയുന്ന കാലം അദ്ദേഹത്തിന് പല രീതിയിലുള്ള ചലഞ്ചസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. തീർച്ചയായിട്ടും മറ്റുള്ളവരിൽ നിന്നുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. മറ്റുള്ളവർ സഹായിക്കുവാൻ സന്മനസ് കാണിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അവിടെയൊക്കെയും അവന് ദൈവത്തിലുള്ള വിശ്വാസത്തോടുകൂടി, പ്രതീക്ഷയോടുകൂടി, ദീർഘക്ഷമയോടുകൂടി അവൻ കാത്തിരുന്ന് ആ പെട്ടകം പണിയുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും വിശ്വാസത്തിൽ നമുക്ക് നിലനിന്നാൽ മാത്രമേ ആ രക്ഷയുടെ സന്തോഷത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ തക്കോണം കഴിയുകയുള്ളൂ. കാരണം എബ്രായ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കുന്നുവെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീരുകയുള്ളൂ.
അപ്പോൾ നമുക്ക് വിശ്വാസമുണ്ട്, പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ശ്വാസം അവസാനിക്കുന്ന നിമിഷം വരെയും വിശ്വാസത്തിൽ നാം നിലനിന്നാൽ മാത്രമേ ആ രക്ഷയുടെ സന്തോഷത്തിലേക്ക്, ആ വലിയ അനുഗ്രഹത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയ ചലഞ്ചസ് നമ്മുടെയൊക്കെ മുമ്പിൽ ഉണ്ടാകാം, പക്ഷേ അവിടെ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ തക്കോണം നമുക്ക് കഴിയണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമത്, നോവയുടെ ജീവിതത്തിൽ ചുറ്റുപാടുകളിൽ നിന്നുള്ള പ്രതികരണം, അതെ പിടിച്ചു നിൽക്കുവാൻ നോവയ്ക്ക് കഴിഞ്ഞു. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇപ്രകാരമുള്ള പ്രതികരണങ്ങൾ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുമ്പോൾ അവിടെ ദൈവശബ്ദത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ തക്കോണം കഴിയും. മാത്രമല്ല, എസെക്കിയേലിൻ്റെ പ്രവചനത്തിലേക്ക് നാം വരും. 14-ാം അധ്യായം 14-ാമത്തെ തിരുവചനം നാം വായിക്കുകയാണ്. നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നീ 3 പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും അവർ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് യഹോവയായ ദൈവം അരുളിച്ചെയ്യുന്നു. വീണ്ടും 20-ാമത്തെ വാക്യം, നോഹയും ദാനിയേലും ഇയ്യോബും അതിലുണ്ടായിരുന്നാലും ഞാൻ സത്യമായി അവർക്ക് പുത്രനെയോ പുത്രിയെയോ രക്ഷിക്കുവാൻ കഴിയുകയില്ല. തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് യഹോവയായ ദൈവം അരുളിച്ചെയ്തു. അപ്പോൾ നോവയും നോവയുടെ ഭാര്യയും മാത്രമല്ല, കുഞ്ഞുങ്ങളും അവരുടെ വിശ്വാസത്താലാണ് അവർ രക്ഷ പ്രാപിക്കുന്നത്. നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ അതനുസരിച്ച് നാം ജീവിച്ചെങ്കിൽ ആ രക്ഷ നമുക്ക് മാത്രമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷ പ്രാപിക്കണമെങ്കിൽ അവർ ദൈവത്തിൽ വിശ്വസിക്കണം, അവർ ദൈവത്തിൽ ഭയഭക്തിയോടെ ജീവിക്കണം എന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്രകാരം നോവ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരുന്ന് വിശ്വസിച്ച് ദൈവം പറഞ്ഞത് ഉൾക്കൊണ്ട് പ്രവർത്തിച്ചതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തെ നമുക്ക് കെട്ടിപ്പടുത്താം. ദൈവം നമുക്ക് ദാനമായി തന്ന കുഞ്ഞുങ്ങളെയും ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യമുള്ളവരായി തീർക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.